കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടിട്ട് പോകാനും വയ്യ എന്ന രീതിയിലുള്ള കുറച്ച് ബന്ധങ്ങൾ നമുക്കുണ്ടാവും അല്ലേ? അപ്പൊ ഈ ബന്ധങ്ങളെ എങ്ങനെയാണ് നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ കഴിയും? മാം എന്താണ് പറയുന്നത്? വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, കൺസൾട്ടേഷന് വരുന്ന എല്ലാവരും തന്നെ എക്സ്പ്രസ് ചെയ്യുമ്പം അവരുടെ ഒരു ബേസിക് സങ്കടമാണ് നാം ഇപ്പം അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടുമ്പം അവർ ആ നോർമലായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ എന്ത് ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും ഇട്ടിട്ട് പോകാൻ വയ്യ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മനസ്സിൽ വരുന്നത്. പക്ഷെ അനുഭവിക്കുന്ന സമയത്ത് ഇത് വളരെ ദയനീയമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിട്ട് അവർക്കത് ഫീൽ ചെയ്യും. പിന്നെ പറയുന്ന ആൾ ആ ഇമോഷനിൽ എടുത്തു പറയുന്ന വാക്കുകളൊക്കെ ഒരാളുടെ ഹൃദയത്തിൽ തറയ്ക്കുമ്പോൾ അത് എത്രമാത്രം അവരെ വോണ്ട് ചെയ്യുന്നു. ബാക്കി പുറത്ത് നമ്മുടെ ശരീരത്തിലാണ് എന്തെങ്കിലും ഒരു ആഘാതം ഏൽക്കുന്നതെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ആഴം അറിയാൻ പറ്റും. ഇപ്പോൾ മനസ്സിന് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരാളുടെ റിയാലിറ്റി അല്ല മറ്റൊരാളുടെ റിയാലിറ്റി. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അത് എത്രമാത്രം വ്യത്യസ്തമാണ്. അവർക്കത് എത്രത്തോളം പ്രാധാന്യമാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇൻ്റലിജൻറ്റ് എഫേർട്ട് ഇടാൻ, ആരാണോ വിക്റ്റിം ആവുന്നത് അവരൊരു ഇൻ്റലിജൻറ്റ് എഫേർട്ട് ഇടാനായിട്ട് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഇമോഷൻസാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ അതിൻ്റെ പെയിൻ ഉള്ളിൽ സ്റ്റോർ ചെയ്യണം? അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ ആ എഫേർട്ട് ഇടുക എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പല തവണ ഇത് ആവർത്തിക്കുമ്പോഴാണല്ലോ നമുക്കിത് ഭയങ്കര എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു, ഞാനിതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കുറച്ചും കൂടി ബെറ്ററായിട്ട് എന്നോട് പെരുമാറിയിരുന്നു എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തവണ സംഭവിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള, കാരണം നമുക്കിങ്ങനെ ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവില്ല. ഒരാളുടെ ഇമോഷൻസിന് എത്രമാത്രം ടൈം ഡ്യൂറേഷൻ ഉണ്ടെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അവരങ്ങോട്ട് പൊട്ടിത്തെറിച്ചു, കയ്യിൽ നിന്ന് പോയി. ആ സമയത്ത് ഒന്നെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈ മോഡിലായിരിക്കും ബ്രെയിൻ എടുക്കുന്നത്. അവിടെ ഇമോഷണൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് അവിടെ നടക്കുമ്പോൾ അവരുടെ കൺട്രോളിലല്ല കാര്യങ്ങളൊന്നും. പക്ഷെ അവർ തിരിച്ചു വരാൻ എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരെ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു ന്യൂട്രൽ ഒബ്സർവറായിട്ട് ഇരിക്കാം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകും ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് അവർക്കൊരു കൺട്രോളും ഇല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണ്. പകരം നമ്മളതിനെ അല്ലാത്ത സമയങ്ങളിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടല്ലോ, അതിനെ ശരിക്കും അതിനെയാണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്. ഇമോഷണലി അവർ ഡൗൺ ആവുന്ന സമയത്തെ ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് വളരെ കറേജിൻ്റെ വൈബിൽ നിന്ന് നമുക്ക് നമ്മളോട് പറയാനും ആ വ്യക്തി അത് ധരിപ്പിക്കാനും നമുക്ക് പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം അവരുടെ മനസ്സിലും ആ ഒരു അവയർനെസ് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, അപ്പം ശരിക്കും ഫസ്റ്റ് നമ്മളെ തന്നെ വാല്യൂ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് അതിലൊരു നല്ലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഈ കഴിഞ്ഞ ദിവസം വളരെ പ്രസക്തമായിട്ട് നമ്മളെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആസിഫ് അലി ഇക്കയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എത്ര വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷനിലാണ് അദ്ദേഹം വന്നത്, പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് ഒരു മോഡലിംഗ് ലോകത്തിന് കൊടുത്തതെന്നുള്ളതാണ് ഞാനതിൽ ഒബ്സർവ് ചെയ്ത കാര്യം. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്, എല്ലാവരുടെയും സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷേ ഇതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. അത് ശരിക്കും ആപ്തവാക്യം പോലെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു അഫർമേഷൻ പോലെ എഴുതി വയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ മൊമെൻറ്റിൽ അവർ മാത്രമാണോ അവരുടെ നന്മകൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല കാര്യങ്ങൾ ഓരോ സൈഡിലും ഉണ്ട്. അപ്പം നമ്മൾ ഉള്ളിൽ എപ്പോഴാണ് ഇറിറ്റേറ്റഡ് ആകുന്നത്, എന്തുകൊണ്ടാണ് ഇറിറ്റേറ്റഡ് ആകുന്നതെന്നൊക്കെ ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അവിടെ ശരിക്കും നമ്മൾ അവരെ ഐ ആം റെഡി ടു അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ നിലപാടിനെ നമ്മൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിൽ നിന്നും പോകുന്ന വൈബാണ് പിന്നെ നമ്മളിലേക്ക് തിരിച്ചടിച്ചു. ഓക്കെ, ബ്യൂട്ടിഫുൾ മാം. താങ്ക് യു.